സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH-26 വർക്കിൽ ഇന്നത്തെ വീഡിയോ നമ്മുടെ പയ്യോളി ആട്ടോ. പയ്യോളിയിൽ ഒരു വിശേഷം അറിഞ്ഞു, അത് നമ്മൾ കമൻറ്റിലൂടെ അറിഞ്ഞു. ഇവിടുത്തെ ഫ്ലൈ ഓവർ ഓപ്പൺ ആയിട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ മൊത്തം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ നേരെ ആദ്യം നമുക്ക് ഫ്ലൈ ഓവറിൻ്റെ അടിയിലുള്ള കാഴ്ചകൾ കാണാം. അടിയിലുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ പാർക്കിംഗ് ഒക്കെ ഉഷാറായിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല കേട്ടോ. മണ്ണിട്ട് അതുപോലെ തന്നെ ആ ഒരു ലെവലിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ വാഹനങ്ങൾ മൊത്തമായിട്ട് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് സർവീസ് റോഡ് ഓക്കെയാണ്, പക്ഷേ ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ ഇവിടെ നടക്കാനുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ സംഭവം ഒരു പാത്ര കച്ചവടം നമ്മളെ നാട്ടിലുണ്ട് കേട്ടോ. ഹിന്ദിക്കാർ വന്നിട്ടാണ് കച്ചവടം ചെയ്യുന്നത്. ഐറ്റംസ് പാത്രമാണല്ലോ. ഇതാരെങ്കിലും വാങ്ങിയിരുന്നോ എടാ? സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങൾ. അപ്പോൾ ഇവിടെ ഇനി കാര്യമായിട്ട് നമ്മുടെ പയ്യോളിയിൽ വർക്ക് നടക്കാനുള്ള പെയിൻറ്റിംഗ് ആണ്. പെയിൻറ്റിങ്ങൊക്കെ പിന്നീട് നടക്കും. മൊത്തം ടാറിങ് കഴിഞ്ഞതാ. ഇതിൻ്റെ മുകളിൽ കൂടി വാഹനങ്ങൾ, ഒരു ഭാഗത്തുകൂടി വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ടുണ്ട്. അവിടെ നമ്മുടെ ചെറിയൊരു ഭാഗത്ത് കുറച്ച് വർക്കുണ്ട്, അതുകൊണ്ട് അതിലെ വാഹനങ്ങൾ വിട്ടിട്ടില്ല കേട്ടോ. ഒരു ഭാഗത്തു കൂടി വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. ഏതായാലും അടിപൊളി പയ്യോളി. അടിയിൽ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മുകളിലുള്ള കാഴ്ചകളും ബാക്കി എത്രത്തോളം നമ്മളെ പയ്യോളി മുതൽ നന്ദി വരെ എവിടെയെങ്കിലും വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ച് അങ്ങനെ പോകാം. ഓക്കെ, ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോകട്ടോ. ഇവിടെയൊക്കെ നമ്മൾ കണ്ട കാഴ്ചകൾ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ഇവിടെ അടിയിൽ കേട്ടോ. അങ്ങനെ പയ്യോളി ഫ്ലൈ ഓവർ തുറന്നു കൊടുത്താൽ അതിൻ്റെ മുകളിലൂടെ നമുക്കൊന്ന് യാത്ര കൊണ്ട് ചെയ്യാം കേട്ടോ. അടിപൊളി. വാഹനങ്ങളൊക്കെ ഉഷാറായിട്ട് അങ്ങനെ പോവുകയാണ്. ഏതായാലും അടിപൊളി കാഴ്ച. എനിക്കും അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് യാത്ര ചെയ്യാൻ നല്ലൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഏതായാലും ഇതാ ഇന്നിപ്പോൾ നിറവേറ്റാൻ പോകട്ടോ. നമുക്ക് പയ്യോളി ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കൂടി ഒരു യാത്ര. ഓക്കെ, കുറേ കാലമായി നമ്മുടെ പയ്യോളി ടൗൺ ഈ കുരുക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതേതായാലും എത്രയായി, ഇപ്പോൾ 2 ആഴ്ചയായി തോന്നുന്നത്. ഒരാഴ്ച കഴിഞ്ഞു ഇത് തുറന്നു കൊടുത്ത്. കമൻറ്റിലൂടെ അറിഞ്ഞാട്ടോ, നമ്മളിതിൽ സ്ഥിരം യാത്ര ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കമൻറ്റിലൂടെ ഒരു ഫോളോവർ ഇങ്ങനെ അറിയിച്ചത് കൊണ്ട് നമ്മൾ ഏതായാലും തൊട്ടടുത്ത ദിവസം തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടു കേട്ടോ. ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ ഒരു ഭാഗത്തെ വർക്ക് ഇവിടെ നടക്കാൻ, ഫിനിഷിംഗ് വർക്ക് നടക്കാനുണ്ട്. അത് ഇവിടുന്ന് മറ്റേ ഭാഗത്തേക്ക് പാസ് ചെയ്യുകയാണ്. ഓക്കെ, വർക്ക് ഏകദേശം ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് ചെയ്യാനുള്ളൂ. ഡിവൈഡർ മൊത്തം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എക്സ്പാൻഷൻ വർക്കും ഏകദേശം അതും നടക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും കുറേ കൊല്ലം തന്നെ പറയാട്ടോ. 2-3 കൊല്ലത്തെ ഒരു കാത്തിരിപ്പാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത്. ഇവിടെയൊക്കെ നമ്മുടെ അപ്രോച്ച് കൊണ്ട വർക്ക് ഫുള്ള്, നമ്മുടെ മാർക്കിങ് വരെ കഴിഞ്ഞിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ. വാഹനങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ടോ. അങ്ങനെ മൊത്തത്തിലുള്ള ഒരു വർക്ക് കഴിഞ്ഞാൽ ടോളും കൊടുത്ത് ലൈറ്റ് വെയിറ്റ് വാഹനങ്ങളും വലിയ വാഹനങ്ങളൊക്കെ 4 വീലിൻ്റെ അപ്പുറത്തേക്കുള്ള വാഹനങ്ങൾക്കൊക്കെ ഉഷാറായിട്ട് യാത്ര ചെയ്യാം. ഒരു സങ്കടമുള്ളൂ, ബൈക്ക് ഒക്കെ അങ്ങോട്ട് നിരോധിച്ച് കഴിഞ്ഞാൽ എന്നെപ്പോലുള്ള ആളുകൾക്ക് പിന്നെ താഴത്തു കൂടി അങ്ങനെ യാത്ര ചെയ്യേണ്ടി വരും. ഇവിടെയൊക്കെ ഫോട്ടോഷൂട്ട് നടക്കാൻ പറ്റില്ലേ. ഈ ഭാഗത്തുകൂടി യാത്ര ഇല്ലാത്തതുകൊണ്ട് ചെക്കന്മാരിവിടെ ഫോട്ടോ എടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ ഭാഗത്ത് സർവീസ് റോഡൊക്കെ കാലിയാട്ടോ. വാഹനങ്ങൾ മുകളിലൂടെ പോകുന്നതുകൊണ്ട് ഇവിടെയൊക്കെ കാലിയാണ്. ബാക്കിലൊന്നും വാഹനങ്ങൾ കേട്ടോ. ഒരു കാർ ഇങ്ങനെ വരുന്നുണ്ട് ഹൈ സ്പീഡിൽ. പയ്യോളിയിൽ നിന്ന് നമുക്ക് തിക്കോടി ഭാഗത്തേക്കുള്ള വർക്കിൻ്റെ ഫിനിഷായ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. സർവീസ് റോഡിൻ്റെ
ഇതിനു മുമ്പേ വർക്ക് കഴിഞ്ഞതാണ്. സർവീസ് റോഡ് ആദ്യം കഴിച്ചു വെച്ചിട്ടാണോ ബാക്കിയുള്ള വർക്കുകൾ ഇവിടെയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ സർവീസ് റോഡൊക്കെ ഏകദേശം പഴക്കമായിട്ടുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ താന്നു പോയിട്ടുണ്ട്, ഡ്രെയിനേജിൻ്റെ തൊട്ടരികിലായിട്ട്. അങ്ങനെയുള്ള കാഴ്ചകളും സർവീസ് റോഡ് ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളം നിൽക്കുന്ന ഏരിയകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഒറ്റ സ്ലാബ് ഇട്ടത് തള്ളി നിൽക്കുന്ന ഏരിയ, അങ്ങനെയുള്ളതൊക്കെ സർവീസ് റോഡിൽ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ തിക്കോടി ഭാഗത്തേക്കുള്ള കുറച്ചും കൂടെ സഞ്ചരിച്ചതിന് ശേഷം ഇവിടെ ഇതാ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് സർവീസ് റോഡിലേക്ക് ഇറങ്ങാം. കേട്ടോ, സർവീസ് റോഡൊക്കെ വളരെ മോശമായി കിടക്കുകയാണ്. ഡ്രെയിനേജൊക്കെ പല ക്വാളിറ്റിയിലാണ് നിൽക്കുന്നത്. ഡ്രെയിനേജിൻ്റെ സ്ലാബുകളൊക്കെ എങ്ങനെ 2 വരി പാതമായിട്ട് ഇത് ഉപയോഗിക്കാം. ഒന്ന് ഓവർടേക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡ്രെയിനേജിൻ്റെ മുകളിൽ കൂടി വാഹനം എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ഒറ്റ സ്ലാബായിട്ട് ഇതിലിങ്ങനെ കാണുന്ന ഒരു 10 മീറ്റർ വിട്ടിട്ട് ഒറ്റ സ്ലാബ് ഇങ്ങനെ വെക്കുന്നുണ്ട്. അത് അധിക സ്ഥലത്തും തള്ളി നിൽക്കുന്ന കാഴ്ച കണ്ടോ. അതൊക്കെ പ്രശ്നമാണ്, ശ്രദ്ധിക്കണം. എപ്പോഴാണ് അവസാന ഘട്ടത്തിൽ നല്ല ഭാഗ്യമുള്ള ആൾക്കാർ ആ കറക്റ്റ് സമയത്ത് അവിടെ എത്തിപ്പെടും. സർവീസ് റോഡിൻ്റെ കാഴ്ച കേട്ടോ. അതൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞ ഏരിയ. അത് നല്ലൊരു വൃത്തിയുള്ള വെള്ളം നിൽക്കാത്തൊരു ഏരിയ. ഇതുപോലെ നല്ല കണ്ടീഷനായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രെയിനേജിലേക്ക് കറക്റ്റ് വെള്ളം പോകുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ കേട്ടോ. മഴക്കാലത്ത് മുകളിലുള്ളവർ ഉഷാറായിട്ട് പോവുക, താഴെയുള്ളവരൊക്കെ അനുഭവിക്കുക. ആ ഒരു നിലയിലാണ് ചില സർവീസ് റോഡിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടാൽ തോന്നുക. മഴയെത്തും വെയിലെത്തും പോകരുതേനി, നന്ദിയിലുള്ള സർവീസ് റോഡാട്ടത്. ഫുള്ള് നമ്മുടെ സർവീസ് റോഡിൻ്റെ ടാറിങ്ങിൻ്റെ കറക്റ്റ് ഹൈറ്റ് ഏരിയ ആണ്. ഇവിടെ ഉള്ള ചെറിയൊരു മഴ പെയ്തപ്പോൾ വെള്ളം നിൽക്കണം. ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഒരു താഴ്ന്ന പ്രദേശം കേട്ടോ. ഈ സർവീസ് റോഡുകൾ ജനങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടിലേക്കാണ് മഴക്കാലത്ത് പല ഭാഗങ്ങളിലും പോകുന്നത്. ഏതായാലും വേണ്ടിയില്ല, ഇതൊക്കെ അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ കണ്ടെത്തുമായിരിക്കും അല്ലേ. നന്ദിയിലുള്ള കാഴ്ച കേട്ടോ അത്. നന്ദിയിലുള്ള മുകളിലുള്ള സ്ലാബിൻ്റെ വർക്ക് ഫുള്ളായിട്ടുണ്ട്. മുകളിലുള്ള സർവീസ് റോഡിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ സ്ലാബിൻ്റെ വർക്ക് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ജോയിൻ്റ് സ്ലാബിൻ്റെ ബാക്കിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ബാക്കി 2 ഭാഗത്തും മണ്ണിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ. കഴിഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതാണ്. ഒക്കെ നന്ദിയൊക്കെ കുറേ കാലമായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു ഏരിയ ആണ്. എന്തായാലും വർക്ക് ഫിനിഷ് ആവുന്നത് കാണുമ്പം ഒരു സന്തോഷമുണ്ട് കേട്ടോ. നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസാണ് കാര്യമായിട്ട് വർക്ക് കഴിഞ്ഞാൽ കുറേ തിരക്ക്, ആളുകൾക്ക് പെട്ടെന്ന് എത്താനും പറ്റും. അതൊക്കെ ഈ ബൈപ്പാസിൻ്റെ വർക്ക് കഴിഞ്ഞാലാണ്. ചെങ്ങോട്ടുകാവ് മുതൽ നന്ദി വരെ കേട്ടോ ഈ ബൈപ്പാസ് വരുന്നത്. കോടി പഞ്ചായത്ത് അണ്ടർപാസ് വാഗടിൻ്റെ വർക്കിൽ ഈ ഫ്ലൈ ഓവർ ആട്ടോ. ഈ ഏരിയ ആണ് ഫസ്റ്റ് ടൈം ടാറിങ് ഒക്കെ കഴിഞ്ഞ് വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയ ഒരു ഏരിയ. ഇവിടെയൊക്കെയാണ് ഫുൾ ഓക്കെ ആട്ടോ. സെറ്റ്, ലൈറ്റ് ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞൊരു ഏരിയ ആണ്. പെയിൻറ്റിങ് മാത്രമേ ഉള്ളൂ ഇവിടെയൊക്കെ. ബൈപ്പാസിലേക്ക് പോകുന്ന സർവീസ് റോഡ് ബൈപ്പാസ് അതാ അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ ആറിപ്ലെയിൻ ബ്ലോക്ക് ഫുള്ള് കഴിഞ്ഞ ഏരിയ കേട്ടോ. പക്ഷേ ഇവിടെ ആ ജോയിൻറ്റ് സ്ലാബാണ്. പിയർ ക്യാപ്പൊക്കെ പൂപ്പ് പിടിച്ച് ഔലുങ്കഞ്ഞായി കിടക്കുന്നത്. ഏതായാലും ഒക്കെ നോട്ട് ഓൾസോ ബട്ട് ഓൾസോ എന്ന് കഴിയും നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വർക്ക്. ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞിറമലാണ് പ്രശ്നം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഏരിയകളൊക്കെ ഏകദേശം വാഹനം ഇതിലെ തിരിച്ചു വിടാനുള്ള ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. കുഞ്ഞിറമല ഒരു ഭാഗമായിട്ട് വർക്ക് കഴിഞ്ഞാൽ ഒരു സൈഡിൽ കൂടെ അങ്ങോട്ട് തുറന്നു വിടാനും സാധ്യതയുണ്ട് കേട്ടോ കൊയിലാണ്ടി ബൈപ്പാസ്. ഇവിടെയൊക്കെ നമ്മളെ
ഇവിടെയൊക്കെ കുറച്ച് സർവീസുകളുടെ വർക്ക്, ഫിനിഷിങ് വർക്കൊക്കെ നടക്കാണ്ട്. ഇവിടെ ക്രാഷ് ബാരിയർ അപ്രോച്ച് റോഡ് ഇറങ്ങി വന്ന് കുറച്ചും കൂടെ വന്നതിന് ശേഷം ഇവിടെ കുറച്ച് വർക്ക് അവിടെ താന്ന് കിടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ആട്ടോ ഇനി ഈ ഭാഗത്തുള്ളത്. ഏതായാലും ഉഷാരത ഈ ഭാഗത്തൊക്കെ ഫുള്ള് വർക്ക് കഴിഞ്ഞത്. ഇവിടുന്ന് അങ്ങോട്ട് നീട്ടത്തിൽ നമ്മുടെ വടകര ഏരിയയിലേക്ക് മൂടാൽ വരെയെങ്കിലും പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നില്ല. നമുക്ക് പോയി നോക്കാം. ഏതായാലും മൂടാൽ വരെ പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അല്ലേ. ഏതായാലും ഉഷാറ് വർക്കൊക്കെ കഴിഞ്ഞു. പയ്യോളി ഭാഗത്തുള്ള ഏകദേശം ഫിനിഷിംഗ് ആണ്. അപ്പോൾ സ്നേഹിതന്മാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്കും സബ് ചെയ്യാത്തവരൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.